ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയിലെ വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് ക്രിസ്ത്വാനുകരണമാണ്. തോമസ് അക്കംബീസ് എഴുതിയ ആ പുസ്തകം വളരെ സുപരിചിതമാണ് നമുക്കെല്ലാം. ചരിത്രം പറയുന്നത് 15-ാം നൂറ്റാണ്ടിന് ശേഷം ജീവിച്ചിരുന്ന വിശുദ്ധരെല്ലാവരും തന്നെ ഈ പുസ്തകം വായിച്ചവരും അതിൽ നിന്ന് ഒരുപാട് ആത്മീയ നന്മകൾ സ്വീകരിച്ചവരും വിശുദ്ധി പ്രാപിച്ചവരും ഒക്കെയാണ്. അവരുടെ എല്ലാം ജീവിതത്തിൽ ഈ പുസ്തകത്തിന് വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്ഭുതം എന്ന് പറയുന്നത് ഈ പുസ്തകം എഴുതിയ തോമസ് അക്കംബീസ് ഇപ്പോഴും വിശുദ്ധനായിട്ടില്ല എന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ്. അദ്ദേഹം വിശുദ്ധനാണോ ഇല്ലയോ നമുക്ക് ആത്യന്തികമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും സഭ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ഒരു വലിയ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ, ഇത്രയും ആളുകൾക്ക് ആത്മീയമായിട്ടുള്ള നന്മ നൽകിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സഭ എടുത്തുയർത്താത്തത്? അതിന് വേറൊരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ചിന്തിച്ചാൽ അത് നമുക്കൊരു പാഠം തരുന്നുണ്ട്. നമ്മൾ എന്ത് എഴുതി, എന്ത് വായിച്ചു, എന്ത് പ്രസംഗിച്ചു, എന്ത് കേട്ടു എന്നതൊന്നും അല്ല പ്രധാനം. മറിച്ച് നമ്മൾ എങ്ങനെ ആയിരുന്നു, എങ്ങനെ ജീവിച്ചു എന്നതാണ് വിധി ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഈ തോമസ് അക്കംബീസിന്റെ ഈ ജീവിതത്തെ ഇങ്ങനെ വിശുദ്ധ പദവിയിൽ നിന്ന് മാറ്റി ഒരു നന്മയുടെ പദവിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. നമുക്കിത് ഓർമ്മിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു, എന്ത് പ്രസംഗിച്ചു, എന്ത് കേട്ടു, എന്ത് വായിച്ചു എന്നതല്ല, നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനം. ആമേൻ.